എത്ര കൊല്ലമായി ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2010 2011 സമയത്തൊക്കെ പങ്കെടുത്ത് തുടങ്ങിയിരുന്നു. എങ്ങനെയായിരുന്നു രംഗപ്രവേശം? കാര്യം ഇതൊരു വലിയൊരു പ്രവർത്തനമാണല്ലോ. അല്ല, ഞാനന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായി ഈ ചർച്ച. അതിനു മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ലേ? സാധാരണ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ചർച്ചകളൊക്കെ വരുന്നത്. ഇന്ത്യ വിഷൻ ഈ പറയുന്ന കുറെ ചാനലുകളൊക്കെ വരുന്നത്. പിന്നീട് വേറെ കൂടുതൽ ചാനലുകൾ വന്നല്ലോ. അന്ന് വളരെ 2-3 ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ന്യൂസ് ചാനൽ എന്ന് പറയാൻ. അന്നാണ് ആദ്യമായി ചാനൽ ചർച്ചകളിലേക്കൊക്കെ വന്നത്. അന്ന് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇതുപോലുള്ള സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒത്തിരി പുതിയ ആളുകൾ വന്നു. അതിപ്പം ഞങ്ങളുടെ പാർട്ടിയിലും വന്നു, മറ്റുള്ള പാർട്ടികളിലും ഒക്കെ വന്നു. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗ്യാപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോ എന്റെ ഉത്തരവാദിത്വം ചാനൽ ചർച്ചയിൽ പോകുക മാത്രമല്ല, KPCCയുടെ മാധ്യമ വിഭാഗം ചുമതല കൂടിയാണ്. അല്ല, അപ്പൊ അവർക്ക് ചർച്ചയിൽ നിന്ന് കോപ്പി അടിക്കാനുള്ള അതിന് കോപ്പിയടി എന്നല്ല പറയുന്നത്. അല്ല, അത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ലൈനാണ്, പാർട്ടിയുടെ നെറേറ്റീവ്. അല്ല, ലൈവായിട്ട് പോകുന്ന ഒരു ചർച്ചയില് അടിക്കൊണ്ട് സാധനം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ, അല്ല, അത് കോപ്പിയടി അല്ല. അത് നമ്മൾ അവരെ സഹായിക്കലാണത്. അതൊരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ എന്തിനാ ഈ ചർച്ചയ്ക്ക് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുന്നു, കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോകുന്നു, CPM നിന്ന് ഒരാൾ പോകുന്നു. നമ്മളുടെ വക്താവ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ. അതോടൊപ്പം മറ്റേ എതിരാളി അടിച്ച് തകർക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ എതിരാളി സ്വാഭാവികമായിട്ടും തകരണമല്ലോ. അപ്പൊ അതൊരു ആ ഒരു സമയത്ത് മാത്രമുള്ള, ആ ചർച്ചയുടെ ആ സമയത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അതുണ്ടാവില്ല. എല്ലാവരും സുഹൃത്തുക്കളും പരസ്പരം സംസാരിക്കുന്നവരും ഒക്കെയാണ്. ഈ സ്ത്രീകളെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ ഈ മേഖലയിൽ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ ഹാഷ്മിയോടൊക്കെ ചോദിച്ചു നോക്കണം. ചില വിഷയങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൂ. അപ്പൊ അല്ല, ഹാഷ്മി മാത്രമല്ല കേട്ടോ, അത് പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ്. എല്ലാ ചാനലുകളിലും പൊതുവിഷയങ്ങൾ, പൊതു രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്ത്രീകൾ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. അവർ ചോദിക്കുന്ന ഒരു പുലിയെ തരണം എന്നാ പറയുന്നത്. പുലി സ്ത്രീലിംഗമാണോ പുലിംഗാണോ എന്ന് അറിയത്തില്ല. പെൺപുലിയാണോ ആൺപുലിയാണോ എന്ന് പുലിയെ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു ആൺപുലിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു വനിതയുടെ പേര് പറയുകയാണെങ്കിൽ അത് പതുക്കെ അതെല്ലാം മറ്റേ ആളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ചർച്ചയ്ക്ക് പോയിട്ട് കൊമ്പന്മാരെ വീഴ്ത്തിയിട്ടുണ്ടോ? എല്ലാ കൊമ്പന്മാരും എല്ലാം കൊമ്പന്മാരായിരിക്കുമല്ലോ കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു ചർച്ച കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അല്ല, നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളിൽ സ്ത്രീകൾ മാത്രം നിരന്നിരിക്കുന്ന ചർച്ച വേണമെങ്കിൽ വല്ല സ്ത്രീ പീഡനമായിരിക്കണം. അല്ലാതെ ഒരു പൊതു രാഷ്ട്രീയ വിഷയത്തിൽ CPM നിന്നും BJP നിന്നും കോൺഗ്രസിൽ നിന്നും 3 സ്ത്രീകൾ ഒരു പൊതു വിഷയത്തിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടോന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. എനിക്ക് ധൈര്യമുണ്ട്. എന്റെ ടോക്ക് ഷോയില് സ്ത്രീകളും ഒറ്റ പുരുഷനും, അത് ഞാനാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.